എവരിവൺ, വേദഗണിതം വേദിക് മാത്സിന്റെ 22ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു പാർട്ട് 2 ആണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ ചെയ്യുന്നത്. ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിന്റെ പാർട്ട് 2. അപ്പൊ അവിടെ ചെയ്തത് 100ന് തൊട്ട് താഴെയുള്ള നമ്പേഴ്സിൻ്റെതാണ്. ഇവിടെ ചെയ്യാൻ പോകുന്നത് 1000ന് താഴെയുള്ള നമ്പേഴ്സ്. വലിയ വ്യത്യാസമൊന്നുമില്ല, നമ്മൾ വലിയ നമ്പേഴ്സ് ആയതുകൊണ്ട് ഒന്നുകൂടി ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യുന്നു എന്ന് മാത്രം. സെയിം പാറ്റേൺ ആണ് നമ്മൾ ഇതിലും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് ട്രിക്കിലേക്ക് പോവാം. ഇവിടെ എടുത്തിരിക്കുന്ന നമ്പേഴ്സ് നോക്കാം. 998, 998ന്റെ സ്ക്വയർ, 994, 994ന്റെ സ്ക്വയർ. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ അങ്ങനെ പെട്ടെന്ന് തന്നെ അല്ലെ, മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണെങ്കിൽ 3 സ്റ്റെപ്പ് വന്ന് അതിനെ ആഡ് ചെയ്തിട്ടൊക്കെ കണ്ടുപിടിക്കണം. അതല്ലാതെ തന്നെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഈ രണ്ട് നമ്പേഴ്സും 1000ന് അടുത്തുള്ള നമ്പർ അതെ. 998 ആയാലും 994 ആണെങ്കിലും 1000ന് തൊട്ടടുത്തുള്ള നമ്പർ ആണ്. 1000ല് 3 സീറോസ് കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ആൻസറിൽ എന്ത് എഴുതണം? 3 ബ്ലാങ്ക് പ്ലേസ് എഴുതണം അല്ലെ, 3 ബ്ലാങ്ക് പ്ലേസ് എഴുതണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ള അല്ലെ പാർട്ട് 1ൽ ചെയ്തിട്ടുള്ള സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം. 998 ആണ്. 1000ൽ നിന്ന് നമുക്കറിയാം 2 ആണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്, -2. ഇതാണ് ഫസ്റ്റ്. നമ്മൾ അവിടെയും ചെയ്തിട്ടുള്ള ഇതേ മെത്തേഡ് തന്നെയാണ് അല്ലെ. ഏതാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് നോക്കുന്നു, അത് ചെയ്യും. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ അതിനെ സ്ക്വയർ ചെയ്യും അല്ലെ. ഇവിടെ 1000 - 2 998 ആണ്. 2 ആണ് ഇവിടെ ഉള്ളത്. 2ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. 2ന്റെ സ്ക്വയർ 4 ആണ്. 4 എഴുതുന്നു. പക്ഷെ ഇവിടെ 3 ബ്ലാങ്ക് പ്ലേസ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? 004 എന്ന് എഴുതും അല്ലെ. 004. ഇനി അടുത്ത് ചെയ്യേണ്ടത് എന്താ? സബ്ട്രാക്ഷൻ ചെയ്യണം. 998 - 2 ഇത്രയേ ഉള്ളൂ. 998 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 996 കിട്ടും. ആൻസർ കംപ്ലീറ്റ് ആയി. ഇവിടെ ആൻസർ വരുന്നത് 9,96,004. ഇതാണ് ഇതിന്റെ സ്ക്വയർ. 98ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 9,96,004 ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട് അല്ലെ. ഇത്രയും വലിയ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇത്രയും സെക്കൻഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ലൊരു മെത്തേഡ് തന്നെയാണ്. ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അടുത്ത് വരുന്നത് 994 × 994 ആണ്. അപ്പൊ 994 നമുക്കറിയാം 1000ന് അടുത്തുള്ള നമ്പർ ആണ്. 3 സീറോസ് ഉള്ളത് കൊണ്ട് തന്നെ ആൻസറിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം? 3 സീറോസ് മാർക്ക് ചെയ്യണം. അതായത് 3 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യണം. 3 സീറോസ് അല്ല, 3 ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ടോ 1000ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? 6 സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 994 കിട്ടുന്നത് അല്ലെ. എന്താണ് സബ്ട്രാക്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. സോ 994 + 6 അല്ലെങ്കിൽ 1000 - 6 എന്ന് പറയുന്നത് 994 ആണ്. ഇനി ചെയ്യേണ്ടത് എന്താ? 6ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാം. 6ന്റെ സ്ക്വയർ നമുക്കറിയാം 36 ആണ്. അപ്പൊ 36 ഇവിടെ എഴുതുന്നു. പക്ഷെ ഇവിടെ ഒരു ബ്ലാങ്ക് പ്ലേസ് കൂടെ ഉള്ളത് കൊണ്ട് 036. അത് കഴിഞ്ഞിട്ട് സബ്ട്രാക്ഷൻ ആണ്. 994ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്യുന്നു അല്ലെ. 990 94 - 6 994 - 6 എന്ത് കിട്ടും? 94ൽ നിന്ന് 6 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 88 കിട്ടും. അതായത് 988. ഓക്കെ, ഇപ്പൊ 988 ആണ് ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ കിട്ടുന്നത്. 6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണ്. 036 എഴുതുന്നു. ആൻസർ എന്ന് പറയുന്നത് 9,88,036. അതാണ് സ്ക്വയർ ഓഫ് 994 അല്ലെ. സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇത്രയും വലിയ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ഒറ്റ ലൈനിൽ ആൻസർ ഇത്രയും പെട്ടെന്ന് എഴുതാന്ന് പറയുമ്പോൾ നമുക്ക് ടൈം അല്ലേ, ഒരു എക്സാമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെയുള്ള സ്ക്വയേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടൈം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുവാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. നേരത്തെ ചെയ്ത പാർട്ട് ആയതുകൊണ്ടാണ് അധികം കൂടുതലായിട്ടുള്ള എക്സാമ്പിൾ എടുക്കാത്തത്. ഒരു എക്സാമ്പിൾ കൂടെ ചെയ്ത് നോക്കാം. 9993 അല്ലെ. 10,000ന് അടുത്തുള്ള നമ്പർ ആണ്. ഒരു 0 കൂടെ വരും. 9993 × 9993 അല്ലെ. വലിയ ഡിജിറ്റ് കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പൊ 10,000 9993 ആണ്. ഇപ്പൊ 9993ന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 10,000 ബേസ് നമ്പർ ആയിട്ടുള്ള നമ്പർ ആണ്. 10,000 ആണ് ഇതിന്റെ ബേസ് വരുന്നത്. അപ്പൊ 10,000ൽ നിന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം നോക്കാം. 10,000ൽ നിന്ന് 7 സബ്ട്രാക്ട് ചെയ്യണം. -7 എഴുതുന്നു. ഇവിടെ 10,000ൽ 1 2 3 4 സീറോസ് ഉള്ളത് കൊണ്ട് ആൻസറിൽ നമ്മൾ 4 സീറോസ് മാർക്ക് 4 ഡാഷ് മാർക്ക് ചെയ്യണം. ഇവിടെ 4 സീറോസ് ആണ്, ഇവിടെ 4 ഡാഷ്. 7ന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അറിയാവുന്നതാണ്. 7ന്റെ സ്ക്വയർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 49 കിട്ടും. 49 എഴുതുന്നു. പക്ഷെ ബാക്കിയുള്ള 2 ബ്ലാങ്ക് പ്ലേസിൽ നമ്മൾ എന്ത് മാർക്ക് ചെയ്യണം?
0 മാർക്ക് ചെയ്യണം അല്ലെ, അത് മറന്നു പോകരുത്. എത്രയാണോ 0 ഉള്ളത് അതിനനുസരിച്ച് ഇവിടെ ബ്ലാങ്ക് പ്ലേസ് മാർക്ക് ചെയ്യണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ ട്രിക്കുകൾ നമ്മൾ അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. 0049 എഴുതി. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ സാധാരണ ചെയ്യുന്ന സബ്ട്രാക്ഷൻ ആണ്. 9993 -7 ആണ്. ഇതിൽ നിന്ന് ഇപ്പൊ 86 ആണ്. 93 - 7 നമുക്കറിയാം 86 ആണ്. അപ്പൊ 9986 കിട്ടും. ഇപ്പൊ 9000 ആൻസർ എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 9,98,60,049 ആണ്. ഇത്ര വലിയ നമ്പർ ആണ് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള സബ്ട്രാക്ഷനും ഒരു സ്ക്വയറിങ്ങും കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഇപ്പൊ ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിങ്ങിന്റെ പാർട്ട് 2 നമ്മൾ 1000 അടുത്തുള്ള ബേസ് നമ്പേഴ്സ് ആയിട്ട് വരുന്ന നമ്പേഴ്സിന്റെയും പിന്നെ 10,000 നമ്പേഴ്സിന് അടുത്തുള്ള, അതുപോലെ 1 lakh ആയാലും 1 crore ആയാലും 10 lakh ആയാലും ഏത് നമ്പർ ആയി കഴിഞ്ഞാലും ഈ ഒരു മെത്തേഡ് ഫോളോ തൊട്ടടുത്താണെങ്കിൽ കാൽക്കുലേഷൻ പെട്ടെന്ന് തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊന്നും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ബേസ് മെത്തേഡ് ഓഫ് സ്ക്വയറിംഗിൽ വരുന്നത്. ബേസ് മെത്തേഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്തതുപോലെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.